ഞാൻ ഹോമിയോ ഡോക്ടർ ദാസ്. സുഹൃത്തുക്കളെ, ഇന്ന് മൈഗ്രെയിൻ എന്ന രോഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് മൈഗ്രെയിൻ? മൈഗ്രെയിൻ ഞരമ്പ് സംബന്ധമായ ഒരു രോഗമാണ്. തലയുടെ ഒരു വശത്ത്, അത് ചിലപ്പോൾ ഇടതുവശത്താകാം, ചിലപ്പോൾ വലതുവശത്താകാം, ഉണ്ടാകുന്ന ശക്തമായ വേദനയാണ് മൈഗ്രെയിൻ. തലവേദനയോടൊപ്പം ചിലപ്പോൾ ഛർദിയോ ഓക്കാനമോ കണ്ടെന്ന് വന്നേക്കാം. മുതിർന്നവരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ഏത് പ്രായക്കാരിലും മൈഗ്രെയിൻ വരാവുന്നതാണ്. പുരുഷന്മാരെക്കാൾ കൂടുതലായി സ്ത്രീകളിലാണ് മൈഗ്രെയിൻ കണ്ടുവരുന്നത്. പുരുഷന്മാരെക്കാൾ ഏതാണ്ട് 3 ഇരട്ടിയോളം കൂടുതലാണ് സ്ത്രീകളിൽ ഈ രോഗം. മൈഗ്രെയിൻ വരുന്നതിന് മുന്നോടിയായി 1-2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചിലർക്ക് ചില ലക്ഷണങ്ങൾ കണ്ടെന്ന് വന്നേക്കാം. ചിലർക്കത് മലബന്ധമാകാം, മറ്റു ചിലർക്ക് കണ്ണിന് മുൻപിൽ മിന്നുന്നത് പോലെ തോന്നാം, ചിലർക്കാകട്ടെ സ്വഭാവത്തിൽ വളരെ ചെറിയ മാറ്റങ്ങൾ കാണാവുന്നതാണ്. മൈഗ്രെയിൻ വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വളരെയധികം കാരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മെൻ്റൽ സ്ട്രെസ്സും ടെൻഷനും ഒരു പ്രധാന കാരണമാണ്. ഹെറിഡിറ്ററി അതുപോലെ ഒരു കാരണമാണ്. അച്ഛനോ അമ്മയ്ക്കോ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മൈഗ്രെയിൻ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. കണ്ണിന് അമിതമായ സ്ട്രെസ്സ് കൊടുക്കുക, കണ്ണിലേക്ക് കൂടുതൽ ശക്തമായ വെളിച്ചമടിക്കുക, രൂക്ഷമായ ഗന്ധം ശ്വസിക്കുക, കൂടുതൽ വെയിൽ കൊള്ളുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുക, ഇതെല്ലാം മൈഗ്രെയിൻ ഉണ്ടാകുവാനുള്ള കാരണങ്ങളാണ്. മൈഗ്രെയിൻ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മൈഗ്രെയിൻ വരുവാൻ നമുക്ക് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് മാത്രമാണ് ഒരു പ്രതിവിധി. ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായ മരുന്നുകൾ ഈ രോഗത്തിനുണ്ട്. ഒരു ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 2-3 മാസം മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഈ രോഗത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാവുന്നതാണ്. 2 പ്രധാന ഹോമിയോ മരുന്നുകളാണ് സാങ്ഗ്വിനേറിയയും സ്പൈജീലിയയും.